ആണ് ഡോട്ട് നെറ്റ് കോറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡോട്ട് നെറ്റ് കോറിലെ ആഡ് സിംഗിൾട്ടൺ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിൽ നമുക്ക് ട്രാൻസിയന്റും സ്കോപ്പും എന്താണെന്ന് നോക്കാം. അതായത് ആഡ് ട്രാൻസിയന്റ് ആൻഡ് ആഡ് സ്കോപ്പ്. നമ്മൾ ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ആദ്യത്തെ വീഡിയോയിലെ ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആഡ് ട്രാൻസിയന്റ് വഴി നമുക്ക് ഡോട്ട് നെറ്റ് കോറിൽ എങ്ങനെയാണ് ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷനകത്ത് ലൈഫ് ടൈം സെറ്റ് ചെയ്യുന്നതെന്ന് പഠിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ട്രാൻസിയന്റ് അല്ലെങ്കിൽ ആഡ് ട്രാൻസിയന്റ്, അതുപോലെ തന്നെ സ്കോപ്പ് അല്ലെങ്കിൽ ആഡ് സ്കോപ്പ് എന്താണെന്ന് നോക്കാം. ട്രാൻസിയന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് ഓരോ ടൈമിൽ റിക്വസ്റ്റ് ചെയ്യുമ്പോഴും ഓരോ പുതിയ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. സിംഗിൾ ടണിനകത്ത് ആദ്യം ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദ ആപ്ലിക്കേഷൻ സിംഗിൾ ഒബ്ജക്റ്റ് തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷേ ട്രാൻസിയന്റിൽ ഓരോ ടൈമിലും പുതിയ പുതിയ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ആവും. നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത സെയിം എക്സാമ്പിൾ തന്നെയാണ്. നമുക്ക് 3 മെത്തേഡ് ഉണ്ട്. ആ 3 മെത്തേഡ്, ഒന്ന് ഗെറ്റ് എംപ്ലോയി കൗണ്ട്, എംപ്ലോയി ലിസ്റ്റ്, പിന്നെ മൂന്നാമത്തെ മെത്തേഡ് എംപ്ലോയിനെ ആഡ് ചെയ്തിട്ട് ആ ലിസ്റ്റിനെ ഞാൻ റിട്ടേൺ ചെയ്യുന്നു. മൂന്നിടത്ത് ഞാൻ എംപ്ലോയി 1 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷനകത്ത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ എവിടെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്? നമ്മുടെ പ്രോഗ്രാം ഡോട്ട് സി എസ് ക്ലാസ്സിനകത്താണ് നമുക്കത് രജിസ്റ്റർ ചെയ്യുന്നത്. നമുക്ക് പ്രോഗ്രാം ഡോട്ട് സി എസ് ക്ലാസ്സിനകത്തേക്ക് പോകാം. നമ്മളിപ്പം രജിസ്റ്റർ ചെയ്തേക്കുന്നത് സിംഗിൾട്ടൺ വെച്ചിട്ടാണ്. നമ്മൾ ഈ ക്ലാസ്സിൽ ആദ്യം നമുക്ക് ആഡ് ട്രാൻസിയന്റ് നോക്കാം. ആഡ് ട്രാൻസിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ റിക്വസ്റ്റിലും പുതിയ പുതിയ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ആഡ് ട്രാൻസിയന്റ് ആക്കി കൊടുത്തു. ഇനി നമ്മുടെ എംപ്ലോയി കൺട്രോളർ വരുവാണെങ്കിൽ നമുക്ക് 3 മെത്തേഡിനെ നമ്മളിവിടെ വിളിക്കുന്നുണ്ട്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ആദ്യമേ എംപ്ലോയി കൗണ്ട്. നമുക്ക് ഡീഫാൾട്ടായിട്ട് 3 എംപ്ലോയീസിനെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രൊജക്റ്റിൽ നമുക്ക് ഡീഫാൾട്ടായിട്ട് 3 എംപ്ലോയിനെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഗോ ടു ഇംപ്ലിമെന്റേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ലിസ്റ്റിനകത്ത് 3 എംപ്ലോയീസിനെ ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ റൈറ്റ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3, അതായത് 3 നമ്മൾ ബൈ ഡീഫാൾട്ട് ഹാർഡ് കോഡ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എംപ്ലോയിന്റെ ലിസ്റ്റ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്തേക്കുന്ന എംപ്ലോയീസിന്റെ ലിസ്റ്റ് നമുക്ക് ഇവിടെ വരും. ഇനി അടുത്ത മൂന്നാമത്തെ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, നമുക്ക് ട്രൈ ചെയ്യാം. ഒരു എംപ്ലോയിനെ നമുക്കിവിടെ ആഡ് ചെയ്യാം. എംപ്ലോയി 4 നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കവിടെ 4 എംപ്ലോയി, ഒരു എംപ്ലോയും കൂടെ ആഡ് ചെയ്ത് 4 എംപ്ലോയി ആയി. ഇനി ഞാൻ ഇവിടെ വന്നിട്ട് കൗണ്ട് ഒന്നും കൂടെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഞാൻ ഒരു റിക്വസ്റ്റ്, ഇതിപ്പോൾ പുതിയ റിക്വസ്റ്റ് ആണ്, ഞാനിത് കൊടുക്കുമ്പോൾ ഇവിടെ 3 കാണിക്കുള്ളൂ. കാരണം നമ്മൾ ഓരോ പ്രാവശ്യവും, അതായത് ആഡ് എംപ്ലോയി എന്ന് പറയുന്ന ആ റിക്വസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ എംപ്ലോയി 1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവും. എന്നിട്ട് എംപ്ലോയിനെ ആഡ് ചെയ്യും. പിന്നീട് വന്നിട്ട് വീണ്ടും നമ്മൾ കൗണ്ട് നോക്കുമ്പോൾ വീണ്ടും പുതിയ ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം പഴയ ഒബ്ജക്റ്റില്ല, പുതിയ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എല്ലാം റീസെറ്റ് ആവും. അപ്പം ബൈ ഡീഫാൾട്ട് നമുക്ക് 3 മാത്രമേ നമ്മുടെ ലിസ്റ്റിനകത്ത് ഉണ്ടാവുള്ളൂ. ഗോ ടു ഇംപ്ലിമെന്റേഷൻ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 3 എംപ്ലോയീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഞാൻ എംപ്ലോയിനെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പുതിയൊരു ഒബ്ജക്റ്റ് ഉണ്ടായ എംപ്ലോയിക്കകത്ത് ഒരെണ്ണം ആഡ് ചെയ്തിട്ട് 4 എംപ്ലോയി ആവും. പിന്നീട് ഞാൻ വന്ന ഗെറ്റ് എംപ്ലോയി കൗണ്ട് നോക്കുമ്പോൾ ഇവിടെ ഞാൻ പുതിയ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. പഴയ ഇൻസ്റ്റൻസ് ഇവിടെ ഓവർ റൈറ്റ് ചെയ്യും. പുതിയ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഗെറ്റ് എംപ്ലോയി കൗണ്ട് കൊടുക്കുമ്പോൾ നമ്മുടെ പുതിയ എംപ്ലോയിയുടെ ആഡ് ചെയ്തേക്കുന്നവർ വരത്തില്ല. കാരണം പകരം നമ്മൾ ബൈ ഡീഫാൾട്ട് ആയിട്ട് 3 എംപ്ലോയീസിനെ ആഡ് ചെയ്തിട്ട് അത് മാത്രമേ ഇവിടെ കാണിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ലിസ്റ്റ് എടുക്കുമ്പോഴും അതാണ്, ഇവിടെ പുതിയൊരു ഓബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓരോ പ്രാവശ്യവും റിക്വസ്റ്റ് റേസ് ചെയ്യുമ്പോഴും ഇവിടെ ഞാൻ ആ ട്രാൻസിയന്റ് വെച്ചിട്ടാണ് ഞാൻ നമ്മുടെ ഓബ്ജക്റ്റിനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യവും പുതിയ പുതിയ ഓബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഓരോ പ്രാവശ്യം ഫ്രഷ് ഓബ്ജക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് പഴയ ഓബ്ജക്റ്റ് അത് ഓവർ റൈറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡീഫാൾട്ട് ഡാറ്റ മാത്രമേ കാണിക്കത്തുള്ളൂ. നമുക്ക് ഒന്നും കൂടെ ഒന്ന് എക്സാമ്പിൾ നോക്കാം. ഞാൻ എംപ്ലോയി കൗണ്ട് നോക്കുകയാണെങ്കിൽ ബൈ ഡീഫാൾട്ട് നമുക്ക് 3 എംപ്ലോയീസ് ഉണ്ട്. അപ്പോൾ ലിസ്റ്റ് ഏതൊക്കെ എംപ്ലോയീസ് ആണ് നമുക്കുള്ളത്? EMP1, EMP2, MP3.
അപ്പോൾ എൻ്റെ പുതിയൊരു എംപ്ലോയിനെ ഞാനിവിടെ ആഡ് ചെയ്യാണ്. EMP4 ഞാൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ റിക്വസ്റ്റിൽ ആ എംപ്ലോയി ആഡായിട്ട് വരും. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ട് എംപ്ലോയി കൗണ്ട് എന്ന് പറയുന്നത് കൊടുക്കുകയാണെങ്കിൽ ഇതൊരു പുതിയ റിക്വസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഓബ്ജക്റ്റ് റീസെറ്റ് ചെയ്തിട്ട് നമ്മുടെ ബൈ ഡീഫാൾട്ട് ആയിട്ടുള്ള 3 എംപ്ലോയീസിനെ മാത്രമേ കാണിക്കത്തുള്ളൂ. അതേപോലെ തന്നെ എംപ്ലോയി ലിസ്റ്റ് എടുക്കുമ്പോഴും ഇവിടെയും പുതിയ ഓബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ഈ 3 പഴയ എംപ്ലോയീസിനെ മാത്രമേ കാണിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് ട്രാൻസിയന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ പ്രാവശ്യവും പുതിയ പുതിയ ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ഓരോ റിക്വസ്റ്റിലും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ എംപ്ലോയി 1 എന്നുള്ളത് മാറ്റി നമ്മൾ ഇവിടെ 2 ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എംപ്ലോയി 2 കൊടുക്കാം. ഇപ്പൊ എന്താണ് സംഭവിക്കുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. നമുക്കൊന്നും കൂടെ റൺ ചെയ്യാം. എംപ്ലോയി കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഡീഫാൾട്ട് 3 എംപ്ലോയീസ് ആണ് ഉള്ളത്. അത് നമുക്ക് ലിസ്റ്റ് എടുത്താലും നമുക്ക് 3 എംപ്ലോയീസ് ആണ് ഡീഫാൾട്ട് ഉള്ളത്. ഇനി ഞാനിവിടെ വന്നിട്ട് ആഡ് എംപ്ലോയി കൊടുക്കുന്നു. EMP4 ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 3 എംപ്ലോയീസിനെ നമുക്കിവിടെ റിട്ടേൺ ചെയ്യത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇവിടെ 2 റിക്വസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. ആദ്യമേ ആ എംപ്ലോയിനെ ഇവിടെ ആഡ് ചെയ്തിട്ട് രണ്ടാമത്തെ ഇൻസ്റ്റൻസ് ആണ് ആ ലിസ്റ്റ് എംപ്ലോയി ലിസ്റ്റിനെ കോൾ ചെയ്തത്. അപ്പോൾ ഇത് രണ്ട് ഓബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യത്തിനകത്ത് എംപ്ലോയിനെ ആഡ് ചെയ്തു. രണ്ടാമത്തെ ഓബ്ജക്റ്റ് എടുക്കുമ്പോൾ ഇതൊരു പുതിയ ഓബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മുടെ ഈ ഓബ്ജക്റ്റിനെ അത് ഓവർ റൈറ്റ് ചെയ്യാണ്. അപ്പോൾ ബൈ ഡീഫാൾട്ട് ആയിട്ടുള്ള 3 എംപ്ലോയിന്റെ ലിസ്റ്റ് മാത്രമേ നമുക്കിവിടെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് ആഡ് ട്രാൻസിയന്റ്. അതായത് ആഡ് ട്രാൻസിയന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റിക്വസ്റ്റിലും ഓരോ പുതിയ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ആഡ് സിംഗിൾട്ടൺ എങ്ങനെയായിരുന്നു? ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദ ആപ്ലിക്കേഷൻ സിംഗിൾ ഒബ്ജക്റ്റ് തന്നെയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്കോപ്ഡ് ആണ്. സ്കോപ്ഡും ഓരോ റിക്വസ്റ്റിലും ഓരോ ഒബ്ജക്റ്റ് തന്നെയായിരിക്കും, ഓരോ പുതിയ ഒബ്ജക്റ്റ് തന്നെയായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു സ്കോപ്പിനകത്ത് സബ്സീക്വന്റ് റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അതിനകത്തും സെയിം ഒബ്ജക്റ്റ് തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം ട്രാൻസിയന്റിനും സ്കോപ്പും ഓരോ റിക്വസ്റ്റിനും പുതിയ പുതിയ ഒബ്ജക്റ്റ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു സ്കോപ്പിനകത്ത് നമ്മൾ ഒരു പർട്ടിക്കുലർ സ്കോപ്പിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ആ റിക്വസ്റ്റിനെല്ലാം സെയിം ഒബ്ജക്റ്റ് തന്നെയായിരിക്കും റെഫർ ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ കൂടെ എക്സാമ്പിൾ നോക്കാം. ഓക്കെ, നമുക്കിവിടെ ഇത് മാറ്റി ആദ്യമേ എല്ലാം സെയിം ഒബ്ജക്റ്റ് ആക്കാം. ഇനി program.cs ക്ലാസ്സിനകത്ത് ആഡ് ട്രാൻസിയന്റിന് പകരം ആഡ് സ്കോപ്ഡ് ആക്കി കൊടുക്കാം. നമുക്ക് ഒന്ന് റൺ ചെയ്ത് നോക്കാം. സെയിം എക്സാമ്പിൾ തന്നെയാണ്. അപ്പോൾ ഇതിന്റെ കഴിഞ്ഞ 3 വീഡിയോസ് കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുക. അപ്പോൾ നമുക്ക് എംപ്ലോയീസ് കൗണ്ട് കൊടുക്കും. നമ്മൾ ആദ്യത്തെ പ്രാവശ്യം റിക്വസ്റ്റ് റേസ് ചെയ്യുമ്പോൾ ഒരു പുതിയ ഓബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് ഓബ്ജക്റ്റിന്റെ എംപ്ലോയീസിന്റെ കൗണ്ട് എടുക്കും, 3 ആണ്. രണ്ടാമത്തെ റിക്വസ്റ്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് പുതിയ ഒരു റിക്വസ്റ്റ് പോയിട്ട് നമ്മളുടെ ഡീഫാൾട്ട് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ നെയിം ഇവിടെ ആഡ് ആവും. ഇനി മൂന്നാമത്തത് നമ്മൾ ട്രൈ ഇറ്റ് ഔട്ട് ഒരു എംപ്ലോയീസിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ EMP4 ഇതും സെയിം റിക്വസ്റ്റ് തന്നെയാണ്. 4 എംപ്ലോയീസ്, നാലാമത്തെ എംപ്ലോയിനെ ആഡ് ചെയ്തിട്ട് ഞാൻ സെയിം ഒബ്ജക്റ്റ് തന്നെയാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പം നാലാമത്തെ എംപ്ലോയിനെ നമുക്കിവിടെ കിട്ടും. അപ്പം ഇവിടെ ഇനിയിപ്പം വന്ന് നമ്മൾ കൗണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് 3 കിട്ടത്തുള്ളൂ. ഇതൊരു പുതിയ റിക്വസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ എംപ്ലോയിനെ ആഡ് ചെയ്ത ആ ഒബ്ജക്റ്റ് അത് മാറി ഇത് പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. പുതിയ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മളുടെ ഡീഫാൾട്ട് ആയിട്ട് എത്ര എംപ്ലോയീസ് ആണോ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത് ആ എംപ്ലോയീസിന്റെ കൗണ്ട് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എംപ്ലോയീസിന്റെ ലിസ്റ്റ് എന്ന് പറയുന്നത് 3 എംപ്ലോയീസ് മാത്രമേ നമുക്കിവിടെ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഓരോ റിക്വസ്റ്റിനും സ്കോപ്പിനും പുതിയ പുതിയ ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ഓബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇതിനകത്ത് ഇനി ഒരു ചേഞ്ച് കൂടെ നമുക്കിത് ചെയ്യാം. ഇവിടെ എംപ്ലോയി 1 എന്നുള്ളത് മാറ്റി എംപ്ലോയി 2 കൊടുക്കാം. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. എംപ്ലോയി കൗണ്ട് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. എത്രയാണ് കിട്ടേണ്ടത്? 3 ആണ് കിട്ടേണ്ടത്. അതുപോലെ തന്നെ എംപ്ലോയി ലിസ്റ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 എംപ്ലോയീസിന്റെ പേര് കിട്ടും. നാലാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു EMP4 ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്കിവിടെ 4 എംപ്ലോയീസ് കിട്ടും. അവിടെ നമ്മൾ 2 ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താലും ഇത് സെയിം സ്കോപ്പിനകത്താണ് ഈ 2
ഓബ്ജക്റ്റിനെ നമ്മൾ വിളിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സെയിം ഓബ്ജക്റ്റിനെ തന്നെ ഇത് ഷെയർ ചെയ്യും. പക്ഷെ ഇത് നമ്മൾ സ്കോപ്ഡ് അല്ലാതെ നമ്മൾ ട്രാൻസിയന്റ് ആയിട്ടാണ് നമ്മളത് രജിസ്റ്റർ ചെയ്തിരുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല. ആഡ് ട്രാൻസിയന്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഞാനൊരു എംപ്ലോയിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 എംപ്ലോയീസേ കിട്ടത്തുള്ളൂ. കാരണം എന്താണ്? ഇവിടെ 2 ഓബ്ജക്റ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. എംപ്ലോയി 1 എംപ്ലോയി 2. ഓരോ പ്രാവശ്യവും ഓരോരോ സെപ്പറേറ്റ് ഇൻസ്റ്റൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് സ്കോപ്പിൽ വരുമ്പോൾ നമ്മൾ ഒരു സ്കോപ്പിലായതുകൊണ്ട് നമ്മൾ ഒരു റിക്വസ്റ്റിൽ അല്ലെങ്കിൽ അതിന്റെ സബ്സിക്വന്റ് റിക്വസ്റ്റിൽ സെയിം ഓബ്ജക്റ്റ് തന്നെ അത് റീയൂസ് ചെയ്യും. ഞാൻ ഇപ്പൊ സ്കോപ്ഡ് ആക്കി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പം ഇവിടെ ഒരു എംപ്ലോയിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 4 എംപ്ലോയീസിന്റെ പേര് കിട്ടും. കാരണം 2 ഡിഫറെന്റ് ഇൻസ്റ്റൻസ് ആണെങ്കിൽ സെയിം സ്കോപ്പിലായതുകൊണ്ട് നമ്മൾ ആ സ്കോപ്പിൽ ആദ്യം ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് തന്നെ ഷെയർ ചെയ്യും. അപ്പൊ ഇതാണ് ആഡ് സിംഗിൾട്ടനും ആഡ് ട്രാൻസിയന്റും ആഡ് സ്കോപ്പും തമ്മിലുള്ള ഡിഫറൻസ്. ആഡ് സിംഗിൾട്ടൺ എന്തായിരുന്നു? നമ്മളൊരു ഒബ്ജക്റ്റ് ഇനിഷ്യലി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദ ആപ്ലിക്കേഷൻ എത്ര റിക്വസ്റ്റ് വന്നാലും സെയിം ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് തന്നെയായിരിക്കും ഷെയർ ചെയ്യുന്നത്. ആഡ് ട്രാൻസിയന്റ് എന്ന് പറഞ്ഞത് ഓരോ റിക്വസ്റ്റിനും അത് ഒരു റിക്വസ്റ്റിനകത്ത് വേറെ റിക്വസ്റ്റ് പോയാൽ തന്നെ ഓരോ പ്രാവശ്യവും ഓരോ റിക്വസ്റ്റിനെ അഗൻസ്റ്റ് സെപ്പറേറ്റ് ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. പക്ഷെ സ്കോപ്ഡ് ആണെങ്കിൽ ഓരോ റിക്വസ്റ്റിലും സെപ്പറേറ്റ് ഓബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിന്റെ സബ്സീക്വന്റ് ഒരു സ്കോപ്പിനകത്ത് സബ്സീക്വന്റ് റിക്വസ്റ്റ് പോകുന്നുണ്ടെങ്കിൽ ആ റിക്വസ്റ്റിന് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ആ സ്കോപ്പിൽ ആദ്യം ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് തന്നെയായിരിക്കും ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ആഡ് സിംഗിൾട്ടൺ, സ്കോപ്പ് ആൻഡ് ട്രാൻസിയന്റ് തമ്മിലുള്ള ഡിഫറൻസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.